നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കറൻസി അത് US ഡോളർ ആകാം, സിംഗപ്പൂർ ഡോളർ ആകാം, കനഡിയൻ ഡോളർ ആകാം, ഇന്ത്യൻ റുപ്പി ആകാം. അത് ഇറ്റ്സ് നോട്ട് എ റിയൽ മണി. നിങ്ങൾ എത്ര പേർക്കറിയാം? ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബിറ്റ് കോയിൻ എന്താണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, 1, എന്താണ് മണി? വാട്ട് ഈസ് മണി? 2, വൈ ഹ്യൂമൻ ക്രിയേറ്റഡ് മണി? അത് എന്തിനെ മനുഷ്യൻ പൈസ ഉണ്ടാക്കി? ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് വന്നു? ഹൗ ദേ ക്രിയേറ്റഡ് ദ മണി? എങ്ങനെയാണ് അവർ ആ ഒരു പൈസ, ആ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത്? ഓക്കെ, 1, എന്താണ് മണി? 2, എന്തിനതുണ്ടാക്കി? എങ്ങനെ ഉണ്ടാക്കി? ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വളരെ സമയങ്ങളൊന്നും വേണ്ട, മില്ലി സെക്കൻഡ്സ് സ്ട്രൈക്ക് ചെയ്യും. എനിക്കങ്ങനെയാണ് ഒരു ബിറ്റ് കോയിൻ ഒരു മാക്സിമലിസ്റ്റ്, അതായത് ബിറ്റ് കോയിനിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ബിറ്റ് കോയിനെ കൂടുതൽ മനസ്സിലാക്കി അതിലേക്ക് പോകുന്ന ആളുകളെയാണ് ബിറ്റ് കോയിൻ മാക്സിമലിസ്റ്റ് എന്ന് പറയുന്നത്. ബിറ്റ് കോയിനെ മനസ്സിലാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഈ വീഡിയോ എന്താണ് 3 കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഒരു ഫയറാണ്, ഒരു തോട്ട്സാണ് നിങ്ങളിലേക്ക് ഞാൻ ഇട്ടുതരാൻ പോകുന്നത്. അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെ അതിലേക്കുള്ളൊരു തോട്ട് മാത്രമാണ് ഇട്ടേക്കുന്നത്. നിങ്ങളാണ് ഇനി അത് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ചുമ്മാതിരിക്കുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി മാത്രമാണ്. നിങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്യാഷിനെ കാണുന്നത് ഒരിക്കലും പഴയ രീതിയിലായിരിക്കത്തില്ല. ഓക്കെ, ഒരിക്കൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ ഇതിനെ കാണാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡിലായിരിക്കും. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഒരു 15 മിനിറ്റേ കാണത്തുള്ളൂ. ഞാൻ വളരെ വേഗം എല്ലാ പോയിന്റുകളും ടച്ച് ചെയ്തിട്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കറൻസി. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കറൻസി അല്ലെങ്കിൽ ഫിയാറ്റ് കറൻസി. നമ്മൾ കറൻസി എന്ന് പറയുന്നത് നമ്മൾ US ഡോളർ, നമ്മുടെ ഇന്ത്യൻ റുപ്പി, കനഡിയൻ ഡോളർ, നമ്മുടെ ക്യാഷ് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിരിക്കുന്ന നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ബാങ്കിൽ കാണുന്ന അതിനെയാണ് കാണുന്ന പൈസയാണ് കറൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിയാറ്റ് കറൻസി എന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങൾ വലത് സൈഡിൽ കാണുന്നത് മണി അല്ലെങ്കിൽ ഹാർഡ് മണി. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ഗോൾഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, സിൽവറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ബിറ്റ് കോയിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പിന്നീട് വരാം. അടുത്ത സ്ലൈഡ് പോകുന്നത് വാട്ട് ഈസ് കറൻസി? ഓക്കെ, എന്താണ് കറൻസി എന്നുള്ളത് ഞാൻ അതിനെ ഒരു ChatGPTയോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കറൻസി നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമുക്ക് നേരെ ChatGPTയിലോട്ട് പോയിട്ട് വേഗം തിരിച്ചു വരാം. ChatGPTയോട് ഞാൻ ചോദിച്ചു എന്താണ് ഫിയറ്റ് കറൻസി. ശ്രദ്ധിച്ചു കേൾക്കണം. ഇൻ ദ ഫൈനാൻഷ്യൽ കോണ്ടെക്സ്റ്റ്, ഫിയറ്റ് റെഫേഴ്സ് ടു ഫിയാറ്റ് മണി which is a type of currency that has no intrinsic value, അതായത് ഒരു വാല്യൂവും ഇല്ല, but is established as money by government decree. എന്താണ് ഡിക്രിയുടെ അർത്ഥമെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇവിടെ പറയുന്നത് കറൻസിക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, പക്ഷേ ഗവൺമെൻറ് പറയുന്നു ഇതാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത്. The value of the fiat money is not backed by any physical commodity, but rather by trust and authority of government that issues it. Okay, അതായത് ഗവൺമെൻറ് പറയുന്നു നിങ്ങളോട് ഈ 10 രൂപ നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 10 രൂപയാണ്, നിങ്ങൾ വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്ന് ഗവൺമെൻറ് ജനങ്ങളോട് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിന് വാല്യൂ ഒന്നുമില്ല, പക്ഷേ റാദർ ബൈ ദ ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി ഓഫ് ദ ഗവൺമെൻറ്. ഇവിടെ വേറെ പറഞ്ഞു, ദ ഫിയറ്റ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫിയാറ്റ് മീനിങ് ലെറ്റ് ഇറ്റ് ബി ഡൺ. ഓക്കെ, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ ഇനി ഹിസ്റ്ററി പഠിക്കാൻ പോകുമ്പോഴത്തേക്കും, മണിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തേടി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടും. സിഗ്നിഫൈങ് ദാറ്റ് ദ കറൻസി ഹാസ് വാല്യൂ because the government says it does. അതായത് ഗവൺമെൻറ് പറയുന്നു നിങ്ങളുടെ കയ്യിരിക്കുന്ന 100 രൂപയുടെ നോട്ടിൻ്റെ വാല്യൂ 100 രൂപയാണ്, അത് നിങ്ങളത് വിശ്വസിക്കുകയും വേണം.
ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് റൺ ചെയ്യുന്ന ആണ് ഈ കറൻസി എന്ന് പറയുന്നത്. ആ കാര്യം നിങ്ങൾ പിടികിട്ടിയല്ലോ. നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിയറ്റ് കറൻസി അല്ലെങ്കിൽ കറൻസി എന്ന് പറയുന്നതും ഫിയാറ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിനെയാണ് നമ്മൾ കറൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയാണ് കറൻസി എന്ന് പറയുന്നത്. അതിൻ്റെ 4 കാര്യങ്ങൾ പോയിൻ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതായത് നമ്മൾ എന്തിനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രോഡക്റ്റ് മേടിക്കാൻ. നമ്മൾ പച്ചക്കറി മേടിക്കാറുണ്ട് അല്ലേ, നമ്മൾ വീട്ടിൽ വേണ്ട സാധനങ്ങൾ മേടിക്കാറുണ്ട്. അതിനെയാണ് ഞാൻ പറയുന്നത് ഫോർ ബൈങ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഉപകരണം കേടായി നമ്മൾ സർവീസസിന് ആൾ വിളിക്കത്തില്ല, അവർ വന്ന് അത് സർവീസ് ചെയ്ത് തരും. നമുക്ക് സർവീസായിട്ട് എന്ത് കിട്ടുന്നോ, പ്രോഡക്റ്റ് അല്ല സർവീസസ് ആയിട്ട് സഹായമായിട്ട് എന്ത് കിട്ടുന്നോ അതിന് പ്രത്യുപകാരമായിട്ട് നമ്മളൊരു വാല്യൂ കൊടുക്കണം. ആരാണോ നമുക്ക് ആ സർവീസ് ചെയ്തു തരുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കണം അല്ലേ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനെയാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിരിക്കുന്ന ക്യാഷ് ഉപയോഗിക്കേണ്ടത് പ്രോഡക്റ്റ് മേടിക്കാനും സർവീസസിന് വേണ്ടിയും ആണ്. സർവീസസ് നമുക്ക് ആരെങ്കിലും തരുവാണെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷാണ്. 2, ഇറ്റ് വാല്യൂസ് കംസ് ഫ്രം ട്രസ്റ്റ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഇതിൻ്റെ വാല്യൂ 10 രൂപയുടെ വാല്യൂ എന്താണ്? ഗവൺമെൻറ് പറയുന്നു നിങ്ങളുടെ കയ്യിരിക്കുന്ന 10 രൂപ 10 രൂപയാണ്, നിങ്ങളത് വിശ്വസിക്കണം. അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വളരെ വലിയൊരു പോയിൻ്റാണ്. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് വളരെ വേഗം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്. 3, ഈസി ടു പ്രിൻറ്റ്. മൂന്നാമത്തെ എന്താണ്? ഈസി ടു പ്രിൻറ്റ്. അവർക്ക് ഇഷ്ടമുള്ള, ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് പൈസ പ്രിൻറ്റ് ചെയ്യാം. ഈ പൈസ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വാല്യൂ, ഗവൺമെൻറ് കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്യുന്നതോറും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വാല്യൂ കുറഞ്ഞു വരും. ഇൻഫ്ലേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ കയ്യിരിക്കുന്ന വാല്യൂവും കുറഞ്ഞു വരും. ഓക്കെ, ഈ ഈസി ടു പ്രിൻറ്റും ഈ മുകളിൽ കാണുന്ന ട്രസ്റ്റും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഈ മൂന്നാമത്തതും ഈ ലാസ്റ്റത്തെ 3 പോയിൻ്റുകൾ തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഈസി ടു പ്രിൻറ്റ് ഗൈസ്, ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളുടെ ഒരു പഞ്ചായത്തിൽ 500 വീടുണ്ട്. ആ 500 വീടുകളിൽ ഒരു വീട്ടിൽ മാത്രം ഏത്തവാഴ കൃഷിയുണ്ട്. ആ വീട്ടിലെ ആ ഒരു കൃഷിക്കാരൻ ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലായിട്ട് ഈ ഏത്ത മാർക്കറ്റിൽ വിൽക്കാറുണ്ട്. 1 കിലോയ്ക്ക് 50 രൂപ വെച്ചിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ആ പഞ്ചായത്തിലെ പകുതി വീട്ടുകാരും 250 വീട്ടുകാരും ഈ ഏത്തവാഴ കൃഷി തുടങ്ങി. അതായത് മാർക്കറ്റിലേക്ക് ഇഷ്ടംപോലെ ഏത്തയ്ക്ക് വന്നു തുടങ്ങി. അപ്പോൾ ആദ്യം വന്ന ആൾക്ക് 1 കിലോ ഏത്തയ്ക്കൊക്കെ 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആൾക്ക് 50 രൂപയ്ക്ക് വിൽക്കാൻ നോക്കൂ? ഇല്ല. കാരണം എന്താണ്? മാർക്കറ്റിൽ കൂടുതൽ ഏത്തയ്ക്ക് വന്നു തുടങ്ങി, അതിൻ്റെ വാല്യൂ നേരെ താഴ്ത്തു പോയി. ജസ്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നമ്മൾ പണ്ട് എക്കണോമിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. സപ്ലൈ കൂടുന്തോറും ഡിമാൻഡ് കുറയും, അതിൻ്റെ വാല്യൂ കുറയും. സെയിം ബേസിക് പ്രിൻസിപ്പിളാണ് പൈസയുടെ കാര്യത്തിലും അത് തന്നെ, ലോകത്തെ എല്ലാ കാര്യത്തിനകത്തും അത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ സ്റ്റോർ ഓഫ് വാല്യൂ ഫോർ കറൻസി. നിങ്ങൾ ബാങ്കിൽ കൊണ്ടിട്ടേക്കുന്ന പൈസയ്ക്ക് യാതൊരു സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ല, അതിനൊരു മൂല്യമില്ല. സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു 10 രൂപ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നാളെയും അതിൻ്റെ വില 10 രൂപ തന്നെ ആയിരിക്കണം. അതാണ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1 രൂപയുടെ വാല്യൂ നാളെ അതിൻ്റെ 1 രൂപയല്ല അതിൻ്റെ വാല്യൂ. നിങ്ങൾ ATM കയറി നിങ്ങൾ ATM കാർഡിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം 100 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ATMൽ കാണാൻ നോക്കും. അതിൻ്റെ സംഖ്യയാണ് നിങ്ങൾ കാണുന്നത്, ഡിജിറ്റലാണ് നിങ്ങൾ കാണുന്നത്. ഒരിക്കലും ആ 100 രൂപ അവിടെ ഇല്ല, ആ 100 രൂപയുടെ വാല്യൂ അതിനകത്തില്ല. നിങ്ങൾ ആ 100 രൂപ വിഡ്രോ ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്കുള്ള വാല്യൂ അതിനില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 കൊല്ലം മുന്നേ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് എന്തെല്ലാം മേടിക്കാനൊക്കാവോ അത്രയും ഈ കൊല്ലം നിങ്ങൾക്ക് മേടിക്കാനൊക്കത്തില്ല ആ 100 രൂപ കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ വാല്യൂ അതിനില്ല? പക്ഷേ ഗവൺമെൻറ് പറയുന്നു യു നീഡ് ടു ട്രസ്റ്റ് അതായത് 100 റുപ്പി. ആ 100 രൂപ 100 രൂപയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ, ദാറ്റ്സ് കറൻസിയുടെ അടിസ്ഥാനങ്ങളാണ് ഈ പറയുന്നത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ദ വാല്യൂ കംസ് ഫ്രം ട്രസ്റ്റ്. ഗവൺമെൻറ് പറയുന്നത് നമ്മളോട് അത് വിശ്വസിക്കണമെന്ന്. 10 രൂപ 10 രൂപയാണെന്ന് വിശ്വസിക്കണം. അത് ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാനൊക്കും അല്ലേ? നോ സ്റ്റോർ ഓഫ് വാല്യൂ. ഈസി ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ ഒക്കുന്നത് കൊണ്ട് ഇതിന് വാല്യൂ ഇല്ല, സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ല. കാരണം ഗവൺമെൻറ് കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറക്കുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഈ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് നമ്മൾ ഇറങ്ങും.
ഈ ഒരു PDF കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകും. വാട്ട് ഈസ് മണി? എന്താണ് മണി? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആദ്യമേ പറയുന്നു. ഞാൻ ഈ ഒരു പോയിൻ്റ് ലെഫ്റ്റിൽ കാണുന്ന അതേ പോയിൻ്റ് തന്നെ റൈറ്റിലും കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഓഫ് കോഴ്സ്, ഉദാഹരണം 1933 മുന്നേ അല്ലെങ്കിൽ അതിന് മുന്നേ ഗോൾഡ് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഇന്ന് മേടിക്കുന്ന പോലെ സാധനങ്ങളും സർവീസസും വാങ്ങിക്കുമായിരുന്നു. ഗോൾഡ് കൊടുത്തിട്ട് അതിനനുസരിച്ച് വാങ്ങിക്കുമായിരുന്നു. അത് 1933 ശേഷമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം സിസ്റ്റം ഇല്ല. ഗോൾഡ് കൊടുത്തിട്ട് നിങ്ങൾ ഗോൾഡ് കൊടുത്തിട്ട് എന്തെങ്കിലും കടയിൽ പോയി സാധനം വാങ്ങിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ക്യാഷാണ് യൂസ് ചെയ്യുന്നത്, കറൻസിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് ഇവിടെ കൊടുക്കാൻ കാരണം ഉണ്ടായിരുന്നു, ഗോൾഡ് കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ കൊടുത്തിട്ട് ആളുകൾ ഈ പ്രോഡക്റ്റും സർവീസസും ഉപയോഗിക്കാറുണ്ട്. ഞാൻ താമസിക്കുന്ന രാജ്യത്ത് കാനഡയിൽ അത് ചെയ്യാറുണ്ട്, അമേരിക്കയിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ബിറ്റ്കോയിൻ കൊടുത്തിട്ട് പ്രോഡക്റ്റും സർവീസസൊക്കെ നമുക്ക് അത് തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെ പല പല ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. 2, ഇറ്റ്സ് വാല്യൂ കംസ് നാച്ചുറലി. പീപ്പിൾ ബിലീവ് ഇറ്റ് ഹാസ് സം വാല്യൂ. അതായത് ഉദാഹരണം ഗോൾഡ് എടുക്കാം. ഗോൾഡിൻ്റെ വാല്യൂ നാച്ചുറലി വന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡ് ആദ്യമേ ഇപ്പോൾ ഗോൾഡിൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഗോൾഡിന് ഏകദേശം 5000-6000 വർഷം പഴക്കമുണ്ട്. ഗോൾഡ് കണ്ടെടുത്ത മുതൽ ഇന്നേ വരെ ഏകദേശം 5000-6000 വർഷം പഴക്കമുണ്ട്. ഗോൾഡ് ആദ്യമേ ഒരു കളക്റ്റബിൾസ് ആയിട്ടാണ് തുടങ്ങിയത്. അതായത് ഗോൾഡ് റെയറാണ്, ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ മൈനിങ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഇത് വളരെ റെയറാണ്, വളരെ ഈസി ആയിട്ട് ഇത് മൈൻ ചെയ്തെടുക്കാനൊക്കത്തില്ല, വളരെ പാടാണ് ഒരു ഗോൾഡ് മൈൻ ചെയ്തെടുത്തിട്ട് വരാൻ. അപ്പോൾ ഗോൾഡ് ജനങ്ങൾക്ക് കിട്ടി തുടങ്ങിയപ്പോൾ അത് റെയർ ആയതുകൊണ്ട് തന്നെ, സ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ആളുകൾ അത് കളക്ട് ചെയ്യാൻ തുടങ്ങി, ആളുകൾ അത് സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. ഓക്കെ, നല്ല മനോഹരമായ തിളങ്ങുന്ന ഒരു കല്ല്, അതൊരിക്കലും നശിക്കുന്നില്ല. എത്ര വർഷങ്ങൾ വേണമെങ്കിലും 5000 വർഷം പഴക്കമുള്ള ഗോൾഡ് വരെ നമ്മുടെ ഇന്നത്തെ റിസർവിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതെങ്ങനെ നശിക്കത്തില്ല, തുരുമ്പെടുക്കത്തില്ല. അതാണ് ഈ ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത. ലോകത്ത് മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ അസറ്റാണ്. അപ്പോൾ ആളുകൾ ഇത് കളക്റ്റബിൾസ് ആയിട്ട് തുടങ്ങി. എല്ലാ ആളുകളും ഇത് കളക്റ്റബിളായിട്ട് തുടങ്ങിയപ്പം ആളുകൾക്ക് മനസ്സിലായി ഇത് റെയറാണ്, കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഗോൾഡ് ഡിപ്പെൻഡിങ് ആകുമ്പോൾ ഭയങ്കര അഭിമാനത്തോടെ നടക്കും, എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, കാരണം കളക്റ്റബിൾസാണ്. അങ്ങനെ പയ്യെ അതിന് വാല്യൂ ജനങ്ങളുടെ ഇടയിൽ വരാൻ തുടങ്ങി. വാല്യൂ വരാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റും? അത് അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യാൻ തുടങ്ങി. ജനങ്ങളിലാണ് ഇത് ആദ്യം തുടങ്ങുന്നത്. ഒരു ഗവൺമെൻറ് വന്നിട്ടല്ല പറയുന്നത്. ഒരു മണി ഉത്ഭവിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ജനങ്ങളാണ് അതിനെ വാല്യൂ കാണുന്നത്. വാല്യൂ കാണാനുള്ള കാരണം എന്താണ്? അത് സ്കേഴ്സാണ്. മനുഷ്യനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട്. സ്കേഴ്സ് ആയിട്ടുള്ള അസറ്റുകൾ കളക്ട് ചെയ്യാൻ, സൂക്ഷിക്കാൻ, അതിന് വാല്യൂ ഉണ്ടെന്ന് കണ്ടെത്താൻ മനുഷ്യന് വല്ലാത്തൊരു ഭ്രമമുണ്ട്. മനുഷ്യൻ ജനിച്ചപ്പം മുതലുള്ള ഒരു സംഭവമാണ്. സ്കേഴ്സ് ആയിട്ടുള്ള അസറ്റുകൾ ഈ മനുഷ്യൻ കളക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആദ്യമേ കളക്റ്റീവായിട്ട് തുടങ്ങും, കളക്റ്റബിളായിട്ട് തുടങ്ങും, രണ്ടാമതിൻ്റെ വാല്യൂ കാണാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആളുകൾ ഈ ഗോൾഡ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? ഇപ്പോൾ ഒരു ഉപ്പ് കൊടുത്തിട്ട് അതിന് പകരം ഗോൾഡ് വാങ്ങിക്കും. കാരണം ഗോൾഡ് കീപ്പ് ചെയ്ത് അതിന് വാല്യൂ ഉണ്ട്. അതിന് മുന്നേയൊക്കെ എങ്ങനെയായിരുന്നു? ഉപ്പ് കൊടുത്തിട്ട് പഞ്ചസാര വാങ്ങിക്കും, അല്ലെങ്കിൽ മാവ് വാങ്ങിക്കും, ചക്ക കൊടുത്തിട്ട് ചേന വാങ്ങിക്കും. അപ്പോൾ ഇതിന് വാല്യൂ ഇപ്പോൾ കീപ്പ് ചെയ്യാൻ ഒക്കത്തില്ല, ഇതെല്ലാം നശിച്ചു പോകുന്നവയാണ്. അപ്പം ഉപ്പ് കൊടുത്തിട്ട് നേരെ ഒരു ഗോൾഡ് മേടിക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂവിന് ജീവിതകാലം മുഴുവൻ കീപ്പപ്പ് ചെയ്യാം. കാരണം എന്താണ്? ഇത് സ്കേഴ്സാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ വേഗം ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫയർ ഞാൻ ഇട്ടിരുന്നതേ ഉള്ളൂ. അതായത് ഇറ്റ്സ് വാല്യൂ കംസ് നാച്ചുറലി. പീപ്പിൾ ബിലീവ് ഇറ്റ് ഹാസ് സം വാല്യൂ. ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് അതിന് വാല്യൂ ഉണ്ടെന്ന്, അതിനെ ആരെ അടിച്ചേൽപ്പിക്കുന്നതല്ല. ഓക്കെ, ഇറ്റ്സ് ഹാർഡ് ടു പ്രിൻറ്റ്. ഞാൻ പറഞ്ഞു, ഗോൾഡും സിൽവറും ഒക്കെ, ഗോൾഡിനേക്കാൾ ഈസി ആയിട്ട് സിൽവർ പ്രിൻറ്റ് ചെയ്യാം, മൈൻ ചെയ്യാം. ഗോൾഡ് ടഫാണ്. ഞാൻ ബിറ്റ്കോയിനിലേക്ക് കിടക്കുന്നില്ല, കാരണം ബിറ്റ്കോയിൻ ആണ് ദ ഹാർഡസ്റ്റ് വൺ. ബിറ്റ്കോയിൻ ആണ് ഫൈൻഡ് ചെയ്യാൻ ഏറ്റവും ഹാർഡായിട്ടുള്ളത്. അതുമാത്രമല്ല, 21 മില്യനേ ഉള്ളൂ. അതിന് മുകളിലോട്ട് ലോകത്തൊരു മനുഷ്യനും പ്രിൻറ്റ് ചെയ്യാനൊക്കത്തില്ല, മാനിപ്പുലേഷൻ ചെയ്യാനൊക്കത്തില്ല, ബിറ്റ്കോയിനെ തകർക്കാനൊക്കത്തില്ല. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്കാണ്, ഹാർഡസ്റ്റാണ്. ബിറ്റ്കോയിന് ഗോൾഡിനേക്കാളും ഹാർഡസ്റ്റാണ്. വാല്യൂ ഉണ്ട് ഗോൾഡിനേക്കാളും. ഈസി ആയിട്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ചെയ്യാം. ലോകത്തെ ആർക്ക് വേണമെങ്കിലും
ബിറ്റ്കോയിൻ അയച്ചു കൊടുക്കാം. ലോകത്ത് ആർക്കും അത് തടയാനൊക്കത്തില്ല. ഗോൾഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ കാനഡയിലിരിക്കുന്ന എനിക്ക് ഗോൾഡ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാനൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലുമില്ല. ഇനി അടുത്ത 10,000 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 1000 കൊല്ലത്തേക്ക് ബിറ്റ്കോയിൻ കാണുകയും ചെയ്യും. ഇറ്റ്സ് ഹാർഡർ ദാൻ ഗോൾഡ്. മനസ്സിലാവുന്നുണ്ടാവും. ഗോൾഡിനകത്ത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കാനൊക്കും, മാർക്കറ്റിൽ ഉണ്ടാക്കാനൊക്കും. എത്രയോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഗോൾഡുകളുണ്ട് അല്ലേ? ബിറ്റ്കോയിന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കാനൊക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോകം ഇതെല്ലാം കണ്ടുവരുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഹാർഡ് ടു പ്രിൻറ്റ്. ഞാൻ അതിലേക്ക് വരുന്നില്ല. ബിറ്റ്കോയിനെ കുറിച്ച് നമ്മളിന്നും സംസാരിക്കുന്നില്ല, അധികം ഒന്നും സംസാരിക്കുന്നില്ല. നമ്മളിന്ന് ഈ കറൻസിയും മണിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യും. സ്റ്റോർ ഓഫ് വാല്യൂ, ഓഫ് കോഴ്സ്, കാരണം ഇത് ഹാർഡ് ടു പ്രിൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 പോയിൻറ്റിനും തമ്മിൽ ബന്ധമുണ്ട്. ഇറ്റ്സ് ഹാർഡ് ടു പ്രിൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിന് മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഇന്ന് നിങ്ങൾക്ക് $10 ആണെങ്കിൽ നാളെയും അത് $10 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ $12 ആകാം. ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഇന്ന് $10 ആണെങ്കിൽ നാളെ അത് $20 വാല്യൂ ഉണ്ട്. വാല്യൂ ഈസ് ഗോയിങ് അപ്പ്. ഓക്കെ, അതാണ് കറൻസിയുടെയും മണിയുടെയും വ്യത്യാസം. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ കറൻസി എന്ന് പറയുന്നത് ട്രസ്റ്റിലൂടെ പോകുന്നു. ഗവൺമെൻറ് പറയുന്നു യു മസ്റ്റ് ട്രസ്റ്റ്. 10 രൂപ 10 രൂപയാണ്, നിങ്ങൾ വിശ്വസിക്കണം. മണി എന്ന് പറയുന്നത് ആ ട്രസ്റ്റ് അല്ല, അതിൻ്റെ വാല്യൂ ഡിറൈവിങ് ഇറ്റ് നാച്ചുറലി, അതായത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്നതാണ് മണിയുടെ വാല്യൂ. ഗോൾഡ് ഉണ്ട്, സിൽവർ, അതിന് മുന്നേ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, ബ്രോൺസ് ഏജ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഹിസ്റ്ററിയിലേക്ക് പഠിക്കുമ്പം നമുക്ക് പിടികിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ ഇന്നേ വരെ പൈസ ജനങ്ങളിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചു. എന്തുകൊണ്ടത് ആ പൈസ ഓരോ കാലഘട്ടം കഴിയുന്തോറും ആ പൈസ മുഴുവൻ നശിച്ചു പോയി എന്നതിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അത് ചെറിയൊരു ഉദാഹരണം പറയും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണോ മണിയായിട്ട് സങ്കല്പിച്ചത്, അതായത് നാച്ചുറലി ഒക്യൂർ ചെയ്ത് വന്നത്, അത് കൂടുതൽ ആളുകൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നശിച്ചു പോയി. എല്ലാ മണിയും അങ്ങനെ തന്നെയാണ് ഗോൾഡ് വരെ എത്തി നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇവിടെ ഈസി ടു പ്രിൻറ്റ്. അത് നമ്മുടെ കറൻസിയുടെ വാല്യൂ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വേഗം പോകാം. താഴെ കാണുന്നത്, ഈ കാണുന്നത് നിങ്ങളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ചാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $US വാല്യൂ ആണ്. 1913 $1 വാല്യൂ $1 തന്നെ ആയിരുന്നു. നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൂപ്പന്മാരൊക്കെ പറയുന്നത്, 1 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ, 5 പൈസ 10 പൈസ കൊണ്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഒരു സഞ്ചി നിറയെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ 1913 $1 വില $1 തന്നെ ആയിരുന്നു അതിൻ്റെ വാല്യൂ. പിന്നീട് ഇപ്പോൾ 2020 അത് 10 സെൻറ്റിന് താഴെയായി. ഓർക്കണം, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ടുള്ള $US സ്ഥിതി ഇതാണെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ സ്ഥിതി എന്തായിരിക്കും? ഇതിനും വളരെ മോശമായിരിക്കും. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഓക്കെ, നമുക്കിനി വേറെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു പൈസ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ കൂടും, നമ്മുടെ കയ്യിരിക്കുന്ന പൈസയുടെ കറൻസി വാല്യൂ കുറയും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ വിഷയം. ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇത് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. എല്ലാ മാസവും ഈ ഒരു ഡേറ്റ റിലീസ് ചെയ്യും. ഈ ഡേറ്റ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഇൻഫ്ലേഷൻ, എന്തുമാത്രം പൈസ വർധന മാർക്കറ്റിലുണ്ടായി എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫയലാണ്, ഒരു ഡേറ്റയാണ്. എല്ലാ മാസവും ഗവൺമെൻറ് ഇത് പബ്ലിഷ് ചെയ്യാറുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എത്ര പേര് ഇത് വായിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കതിലേക്കൊരു പെട്ടെന്നൊന്ന് പോയി തിരിച്ചു വരാം. ഇവിടെ കാണുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെയും സർവീസസിൻ്റെയൊക്കെ വിലയാണ്. ഓക്കെ, ഇത് സെപ്റ്റംബറിലുണ്ടായിരുന്ന കഴിഞ്ഞ മാസത്തെ വില, ഈ മാസത്തെ വില അല്ല, കഴിഞ്ഞ മാസം ഒക്ടോബറാണ്, അതിന് മുന്നത്തെ മാസം സെപ്റ്റംബർ. ഈ 2 മാസത്തെ എന്തുമാത്രം വില വർധന ഉണ്ടായി, ഏതെല്ലാം പ്രോഡക്റ്റുകൾക്ക് എന്നുള്ളതിനാണ് ഈ ഒരു ഡേറ്റ കാണിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെറുതായിട്ട് ഓർത്തിരിക്കണം. ഈ കാണിച്ചിരിക്കുന്നുണ്ട് ബേസ് 2012 = 100. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിന് വളരെ ഈസി ആയിട്ട് എന്തുമാത്രം ഇൻഫ്ലേഷൻ, എന്തുമാത്രം പൈസ വർധന ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ഒരു കാൽക്കുലേഷനാണ്. 2012 മുതൽ അതിന് 100 കാൽക്കുലേഷൻ ചെയ്തിട്ട് കാണാൻ പോവുകയാണ്. അതിലൊരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് നിങ്ങൾ കണ്ടിട്ടില്ല ഈ ലെഫ്റ്റ് സൈഡിൽ, അതിൽ ഒക്ടോബറിലെ പ്രൈസ് എത്രയാണ്? 196.3. അതിൻ്റെ അർത്ഥം ഈ 196 നിന്ന് ഈ 100 കുറയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 96.3 കിട്ടും അല്ലേ? അതായത് 96% വർധന ഉണ്ടായി 2012 നിന്ന് 2024 നിൽക്കുമ്പോൾ. എന്തിന്? സീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ്. അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ മീറ്റ് ആൻഡ് ഫിഷിന് സെപ്റ്റംബറിൽ 220 ആയിരുന്നെങ്കിൽ
ഒക്ടോബറിൽ 221, അതായത് ഏകദേശം 1% കൂടി. 2012 സംഭവിച്ച് നോക്കുമ്പോൾ 120% വർധന ഉണ്ടായത്, അതായത് 12 കൊല്ലം കൊണ്ട്. എഗ്ഗിൻ്റെ വില എത്രയാണ്? 190 സെപ്റ്റംബർ 24, ഒക്ടോബർ 24 194. ഓക്കെ, ഇതിൻ്റെയൊക്കെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പൈസ പ്രിൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വില കൂടി പോകുന്നത്, ഇൻഫ്ലേഷൻ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് പറയുന്നു നിങ്ങളുടെ കയ്യിരിക്കുന്ന 100 രൂപയാണെന്ന് വിശ്വസിക്കണം അതിൻ്റെ വാല്യൂ. എങ്കിൽ അതങ്ങനല്ല, അതിൻ്റെ വാല്യൂ ദൈനംദിനം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുവാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റയിലൂടെ നിങ്ങൾക്ക് കാണാം. മിൽക്ക് ആൻഡ് പ്രോഡക്ട്സ് 186 ആയിരുന്നു സെപ്റ്റംബറിൽ, അതിന് 186.9 ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്കെല്ലാം ഇവിടെ കാണാം. എന്തുമാത്രമാണ് ഒരു മാസത്തിൽ നിന്ന് മറ്റൊരു മാസത്തിലേക്ക് പോയപ്പോഴത്തേക്കുള്ള വർധനം എത്ര ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് മാത്രമല്ല 2012 മുതലുള്ളത് നിങ്ങൾ ഈ കാണുന്ന ഓരോ സംഖ്യയിൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അത്ര ശതമാനമാണ് 12 കൊല്ലത്തെ വർധന. നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്തത്. നിങ്ങളിതിനടുത്ത് കാണാൻ പോകുന്നതാണ് M1 മണി സപ്ലൈ. അതായത് ഇന്ത്യയിലുള്ള പൈസ നോട്ടായിട്ടും കോയിനായിട്ടും എല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും പൈസയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് കണ്ടോ, ഇത് മേപ്പോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രമാത്രം പൈസ ഇന്ത്യൻ ഗവൺമെൻറ് പ്രിൻറ്റ് ചെയ്തിറക്കുന്നുണ്ട് ഓരോ കൊല്ലം കഴിയുന്തോറും. നിങ്ങൾക്ക് ഇവിടെ കാണാം 1990 മുതലുള്ള ഡേറ്റ ഇങ്ങനെ പൈസ പ്രിൻറ്റ് ചെയ്ത് മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇൻഫ്ലേഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രിൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഇനി നമ്മുടെ മരണം വരെയും ഗവൺമെൻറ്റിന് പൈസ പ്രിൻറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ മരണം വരെയും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ അവർ കൂടുതൽ പൈസ പ്രിൻറ്റ് ചെയ്യുമ്പോഴാണ് എക്കോണമി കൊളാപ്സ് ആകുന്നത്. വെനസ്വേലയിൽ നിങ്ങൾ സംഭവിച്ച് കണ്ടിട്ടില്ലേ? അവിടുത്തെ ക്യാഷിന് യാതൊരു വിലയില്ല. അവർക്ക് ക്യാഷ് നോട്ട് വേണ്ട ജനങ്ങൾക്ക്. അവരത് റോഡിലൊക്കെ പറന്ന് നടക്കുന്നതും കെട്ടുകെട്ടായിട്ട് അവിടെ കിടക്കുന്നതും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീലങ്കയിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ്. പൈസ ഗവൺമെൻറ് ഒരു നിശ്ചിതമായിട്ടുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യാതെ കൂടുതൽ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ക്യാഷിനൊന്നും വിലയില്ലാതായി മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പൈസ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കണോ? 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. നിങ്ങൾ ATM കാണുന്ന എത്രയാണ് ആ പൈസ അല്ല. നിങ്ങൾ നാളെ അതിൻ്റെ ഓരോ ദിവസവും കഴിയുന്നതോറും അതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഇതിനകത്ത് കാണിച്ചെന്ന പോലെ ഇതിൻ്റെ വാല്യൂ, $1 വാല്യൂ ഓരോ ദിവസം കഴിയുമ്പോഴും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, കറൻസി അല്ല മണി ഈസ് ഡിഫറെൻറ്റ്. അതിന് സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഹാർഡ് ടു മേക്ക് മണി ഓർ പ്രിൻറ്റ്, അല്ലേ? അതുകൊണ്ട് തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ട്. നിങ്ങൾ ജോലിക്ക് പോകുന്നത് എന്തിനാണ്? നമുക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയാണ്, നമുക്ക് കുടുംബം നോക്കാൻ വേണ്ടിയാണ്. ആ ക്യാഷ് എന്തിനാണ്? പ്രോഡക്റ്റും സർവീസസും മേടിക്കാൻ വേണ്ടിയാണ്. ബാക്കി വരുന്ന തുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹാർഡ് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. റിയൽ മണിയിലേക്ക്. ഹാർഡ് മണി എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാനുള്ള പാടുകൊണ്ടാണ്. ഈസി മണിയാണ് നമ്മുടെ ഫിയറ്റ് കറൻസി. ഹാർഡ് മണിയാണ് ഈ പറയുന്ന ഗോൾഡ്, സിൽവർ. ഏറ്റവും ഹാർഡസ്റ്റാണ് ബിറ്റ്കോയിൻ. അതുകൊണ്ടാണ് അതിൻ്റെ വർഷം 140% വർധന എല്ലാ വർഷവും. ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 140% ബിറ്റ്കോയിന്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട്? ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അസറ്റാണ് ബിറ്റ്കോയിൻ. 21 മില്യനേ ഉള്ളൂ. അതിനപ്പുറം ഇനി ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല, ഡിബേസ് ചെയ്യാൻ ഒക്കത്തില്ല. ഗവൺമെൻറ് നിങ്ങൾ ഈ പറയുന്ന ഗോൾഡ് ആയാലും സിൽവർ ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും സ്റ്റോക്കും ഇതെല്ലാം മണിയാണ്. കാരണം ഏറ്റവും ഹാർഡസ്റ്റ് ബിറ്റ്കോയിൻ, രണ്ടാമത്തത് ഗോൾഡ്, 3 റിയൽ എസ്റ്റേറ്റ്, 4 സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഹാർഡ്നെസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഗവൺമെൻറ്റിനെ സ്റ്റോക്ക്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവറിൻ്റെയൊക്കെ പ്രൈസ് നിയന്ത്രിക്കാൻ നോക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പം എന്ത് പറ്റും? റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കുറയും, ഗോൾഡിൻ്റെ വാല്യൂ കൂടും, സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോഴോ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കൂടും, സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടും, ഗോൾഡിൻ്റെ വാല്യൂ താഴെ പോകും, സിൽവറിൻ്റെ വാല്യൂ താഴെ പോകും. മാനിപ്പുലേഷൻ. ഇലക്ഷൻ വരുന്നു. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അതിന് താഴെയുള്ള ആളുകൾക്ക് താമസ സൗകര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ ഒക്കുന്നുണ്ട്. എന്ത് ചെയ്യും? നേരെ 1 BHK ഉള്ള ബിൽഡിങ്ങിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കുറയ്ക്കും.
മിഡിൽ ക്ലാസ് ആളുകൾക്ക് സന്തോഷമായി, അവർക്ക് വോട്ടും കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പുതിയ ബിൽഡിങ് വരുന്നതിൻ്റെ പെർമിറ്റുകൾ സ്ലോയിലേക്കാക്കും. നേരെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കൂടും. വലിയ ഇൻവെസ്റ്റേഴ്സിന് സന്തോഷമാവും. സോ ഈസ് എ മാനിപ്പുലേഷൻ. അതായത് ഗവൺമെൻറ്റിന് ഇതെല്ലാം കൈയടത്തി മാനിപ്പുലേഷൻ ചെയ്ത് പ്രൈസ് വേണ്ടപ്പോൾ ഉയർത്താം, വേണ്ടപ്പോൾ താഴ്ത്താം. മനസ്സിലാവുന്നുണ്ടോ? റിയൽ എസ്റ്റേറ്റ് തന്നെ ഏറ്റവും വാല്യുബിൾ ആണെന്ന് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ഭൂമിയിൽ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ വെനസ്വേലയിൽ പോയി റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കുമോ? അവിടുത്തെ ക്യാഷിൻ്റെ കറൻസിക്ക് ഈ വിലയില്ല. ഓഫ് കോഴ്സ് റിയൽ എസ്റ്റേറ്റ് വളരെ സ്കേഴ്സാണ് എന്നും പറഞ്ഞ് വെനസ്വേലയിൽ പോയി നിങ്ങൾ വാങ്ങിക്കുമോ? ശ്രീലങ്കയിൽ പോയി വാങ്ങിക്കുമോ? കാരണം അവിടുത്തെ വാല്യൂ ഇല്ല അതിനൊന്നും. അത് ലൊക്കേഷൻ ഡിപ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിന് ലോകത്ത് എവിടെയും നിങ്ങൾക്ക് വാല്യുബിളാണ്. ബിറ്റ്കോയിന് ഗോൾഡിനേക്കാളും ഹാർഡാണ്. എന്തുകൊണ്ട്? ഇറ്റ്സ് സോ ഹാർഡ് ടു മേക്ക്. മനസ്സിലാവുന്നത്? ബിറ്റ്കോയിൻ ഗോൾഡ് മൈൻ ചെയ്യുന്നതിനേക്കാളും ഹാർഡാണ്. ഇനി ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ കൊണ്ട് വെച്ചാലും 10 മിനിറ്റിൽ ഇത്ര നിശ്ചിതമായിട്ടുള്ള ബിറ്റ്കോയിനെ പുറത്ത് വരും. പക്ഷേ ഗോൾഡ് അങ്ങനെയല്ല. ഓരോ കൊല്ലം കഴിയുന്നതോറും ടെക്നോളജി വർദ്ധിച്ചുകൊണ്ട് വരുവാണ്. ഗോൾഡ് മൈൻ ചെയ്തെടുക്കാമെന്ന് ഈസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് പുറത്തോട്ട് എത്തുന്ന ഗോൾഡിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1/3 കര. നമ്മൾ കടലിൽ ഇനി എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കടലിലുണ്ട് ഗോൾഡ്, അത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഗോൾഡ് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഏതെങ്കിലും ഭൂമിയിലല്ലാതെ വേറെ ഏതെങ്കിലും മാർസിലോ വേറെ എവിടെയെങ്കിലും കാണാം ഗോൾഡ്. പക്ഷേ ബിറ്റ്കോയിന് ഇനി ഒറ്റ സംഭവിക്കത്തുള്ളൂ. 21 മില്യൺ. ഈ ക്യാൻ ഈസി ടു സെൻഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഞാൻ പറഞ്ഞു, ലോകത്ത് ആർക്ക് വേണമെങ്കിലും ബിറ്റ്കോയിൻ വാങ്ങിക്കാം. എനിക്ക് ഗോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഗോൾഡ് അയച്ചു തരാൻ നോക്കും. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഗോൾഡ് 5000 കൊല്ലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. 5000 കൊല്ലത്തെ പഴക്കമുണ്ട് ഗോൾഡിന്. 5000 കൊല്ലം പഴക്കമുള്ള ഗോൾഡ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിനേക്കാളും ഹാർഡാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ അടുത്ത 1000 കൊല്ലത്തേക്ക് കാണും, നശിക്കത്തില്ല ഒരിക്കലും. സോ ഇതെല്ലാം വെച്ചിട്ടാണ് ആളുകൾ ഇതിന് വാല്യൂ കാണുന്നത്. ബിറ്റ്കോയിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0 ഇത് നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നതാണ് ജനങ്ങളുടെ ഇടയിൽ. കളക്റ്റബിൾസ് ആയിട്ട് തുടങ്ങി, പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് തുടങ്ങി, ഇപ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ആയുഷ്കാലം ജീവിതത്തിൽ ലൈഫ് ടൈമിൽ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടേ കാൽക്കുലേഷൻ ചെയ്യത്തുള്ളൂ. നമ്മുടെ മക്കളുടെ സമയത്ത് ചിലപ്പോൾ അത് മീഡിയം ഓഫ് എക്സ്ചേഞ്ചിലേക്ക് മാറും. അതായത് ആളുകൾ സാധനങ്ങൾ മേടിക്കാനും വിൽക്കാനും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ലോകം മുഴുവനായിട്ട് വരുന്നതൊക്കെ നമ്മുടെയൊക്കെ കാലശേഷമൊക്കെ കഴിഞ്ഞോളൂ. പിന്നെ നേരെ യൂണിറ്റ് ഓഫ് അക്കൗണ്ടായിട്ട് മാറും. അങ്ങനെ 4 രീതിയിലാണ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. കളക്റ്റബിൾസ് ആയിട്ട് തുടങ്ങും, പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് മാറും, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സെക്കൻഡ് സ്റ്റേജിലാണ്. കളക്റ്റബിൾസ് കഴിഞ്ഞു, സ്റ്റോർ ഓഫ് വാല്യൂ. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. കൂടുതൽ അക്യുമുലേഷൻ ചെയ്യും. ഇതിൻ്റെ കൂടുതൽ അക്യുമുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ബിറ്റ്കോയിൻ അധികം ഇല്ലാതാവും. നിങ്ങൾക്ക് $US കൊണ്ടോ ഇന്ത്യൻ റുപ്പി കൊണ്ടോ ബിറ്റ്കോയിൻ മേടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. കാരണം ഇല്ല, വെളിയിലില്ല. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു സം സർവീസസ് ടു സമ്മൺ. അതായത് വളരെ മികച്ചമായിട്ടുള്ള സർവീസസ് കൊടുത്താൽ മാത്രമേ അയാൾ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ തരൂ. മനസ്സിലാവുന്നുണ്ടോ? അത് സ്റ്റോർ ഓഫ് വാല്യൂ കഴിയുമ്പോഴത്തേക്ക് ബിറ്റ്കോയിൻ വളരെ സ്റ്റേബിളാവും. ഒരു ബിറ്റ്കോയിൻ്റെ വില $1 ബില്യൺ എത്തും. അതൊന്നും അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് തുടങ്ങാം. നിങ്ങൾ ബിറ്റ്കോയിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം. ഇപ്പോൾ നിങ്ങൾ ബിറ്റ്കോയിൻ കൊടുത്ത് ഒരു കോഫി ഷോപ്പിൽ ചെന്ന് ഒരു ബിറ്റ്കോയിൻ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം 1 മിനിറ്റ് കൊണ്ട് ബിറ്റ്കോയിൻ്റെ വില താഴെ പോകാം, മുകളിൽ പോകാം. പൈസയ്ക്ക് വ്യതിയാനങ്ങൾ വരും. അപ്പോൾ ഈ സ്റ്റോർ ഓഫ് വാല്യൂവിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ തീർന്നു വരുമ്പോഴത്തേക്ക് മീഡിയം ഓഫ് എക്സ്ചേഞ്ചിലേക്ക് ജനങ്ങൾ പൊതുവെ നാച്ചുറലി തിരിയും. കാരണം നാളെ ഈ $US ഈ കറൻസീസ് ഒന്നും ആളുകൾക്ക് വേണ്ട. കാരണം അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് ആളുകൾ എന്താണ് നിർബന്ധം പിടിക്കുന്നത്? ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ തിരിച്ച് ബിറ്റ്കോയിനിൽ തരണം. ഇത് പൈസ മണി ബിറ്റ്കോയിനിൽ തരണം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്താണ്, സ്റ്റോർ ഓഫ് വാല്യൂവിൽ നിന്ന് പയ്യെ വെളിയിലോട്ട് ഈ ബിറ്റ്കോയിൻ പയ്യെ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങും. എങ്ങനെ? സർവീസ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിന്ന് മാക്സിമം അക്യുമുലേഷൻ ചെയ്യാൻ. നിങ്ങളുടെ മക്കൾ നാളെ ഈ ബിറ്റ്കോയിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇനഫ് ഇല്ലെങ്കിൽ. ഇപ്പം ബിറ്റ്കോയിൻ കൂടുതലുള്ളവർ നാളെ രാജാക്കന്മാരാണ്. അന്നില്ലാത്തവർ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വരും. അതായത് നിങ്ങളുടെ മക്കൾക്കില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? യു ഹാവ് ടു കളക്ട് ദ ബിറ്റ്കോയിൻ. 21 മില്യനേ ഉള്ളൂ. അതാണ് ഈ പെർഫോമൻസ് വർഷത്തിൽ 140% ആവറേജ് ഗ്രോത്ത് വരുന്നത് ബിറ്റ്കോയിന്. നിങ്ങളെന്തായാലും ലോകത്ത് ജനിച്ചപ്പോൾ നിങ്ങളെന്തായാലും ജോലിക്ക് പോകണം, വർക്ക് ചെയ്യണം, അല്ലേ? നിങ്ങളൊരു വാല്യൂ ലോകത്തിന് കൊടുക്കണ്ടേ? അതിന് ഒരു
തിരിച്ചു കിട്ടുന്നത് എന്തായിട്ടാണ്? എനർജി നിങ്ങൾ ലോകത്തേക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കും, തിരിച്ചു കിട്ടുന്നത് എന്താണ്? കറൻസി ആയിട്ടാണ്. അതെന്തായാലും നിങ്ങൾ വേറൊരു മീഡിയത്തിൽ സൂക്ഷിക്കണം, ഒരു ഹാർഡ് മണിയിൽ സൂക്ഷിക്കണം. എന്തുകൊണ്ട് ബിറ്റ്കോയിൻ ഇല്ലല്ല? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് റിട്ടേൺ തരുന്നതാണ് ബിറ്റ്കോയിൻ. എന്തുകൊണ്ട് നിങ്ങൾ ബാക്കി വരുന്ന തുക കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ റിയൽ മണിയിലേക്ക് ആക്കുന്നില്ല? ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ്സ് നോട്ട് ആൻ ഹെഡ്ജ്, ഇറ്റ്സ് എ ലൈഫ്. നിങ്ങളുടെ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ബിറ്റ്കോയിൻ. ഗോൾഡിൽ ആ പെർഫോമൻസ് ഇല്ല. ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു. ഗോൾഡ് 2% വർഷം വളർച്ച. ഇപ്പോൾ നിങ്ങൾ ഗോൾഡിൻ്റെ പൈസ കൂടുന്നുണ്ട്. കാരണം ഈ ലോകം കാണുന്നു, നാളെ റിസഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് പേടിച്ചിട്ടാണ് ഗോൾഡിലേക്ക് പോകുന്നത്, ബിറ്റ്കോയിനിലേക്കും പോകുന്നത്. നിങ്ങൾ ബിറ്റ്കോയിൻ വളർച്ച കണ്ടില്ലേ? സ്റ്റോക്ക് ഈസ് എ റൊട്ടേഷൻ ഗൈസ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനിത് വേഗം വീഡിയോ നിർത്തണം. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടിയിട്ട് നിങ്ങളിത് കണ്ടോ? നിങ്ങൾ ഈ പൈസ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാം, $1 എന്ന് പറയുന്നത് 1914 $1 വാല്യൂ കാണിച്ചേക്കുന്ന $1 2024 അതിൻ്റെ വാല്യൂ $30 കൂടുന്നു. അതായത് ഡോളറിൻ്റെ വാല്യൂ കൂടിയതല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1914 $1 നിങ്ങൾക്ക് എന്തെല്ലാം മേടിക്കാൻ ഒക്കുമോ അത്രയും സാധനം ഇന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ $30 കൊടുക്കണം. അതായത് നിങ്ങളുടെ വാല്യൂ താഴോട്ട് പോയി. നിങ്ങൾ $29 കൂടുതൽ ഉണ്ടാക്കണം ഇന്ന്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ പേര് ഒലിവർ വില്ലസ്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? $1 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ 14 കൊല്ലത്തിന് മുന്നേ, അതിൻ്റെ വാല്യൂ ഇന്ന് $67 മില്യൺ ആണ്. അതേസമയം $1 ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ 14 കൊല്ലം മുന്നേ, ഇന്നത്തെ വാല്യൂ $1 80 സെൻറ്റാണ്. ഇറ്റ്സ് ടൈം ടു ഗിവ് അപ്പ് ദ ഗോൾഡ് നറേറ്റീവ്. ദർ ഇസ് എ ന്യൂ ഷെരീഫ് ഇൻ ടൗൺ ആൻഡ് ഇസ് നെയിം ഇസ് ബിറ്റ്കോയിൻ. അതായത് ഗോൾഡിൻ്റെ കാലങ്ങളോ, അത് ഈ പറഞ്ഞ നമ്മൾ ഈ ഇത്ര നാൾ മനുഷ്യൻ കണ്ടേക്കുന്ന ഹാർഡ് മണിയുടെ കാലങ്ങളൊക്കെ അവസാനിച്ചു. ഇനി ബിറ്റ്കോയിൻ്റെ കാലമാണ്. നമ്മുടെ എനർജി, നമ്മുടെ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റലിലാണ്. അണ്ടർസ്റ്റാൻഡ്? ആ ഡിജിറ്റൽ കണക്ട് ചെയ്തേക്കുന്ന ഭൂമിയിലെ എനർജിയുമായിട്ടാണ്. അതാണ് ബിറ്റ്കോയിൻ. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇനി ഒരു വീഡിയോയും കൂടെ ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോയിലോട്ട് പോകാം. അതോടെ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം, നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് $. അതായത് $1 കൊടുത്താൽ നമുക്ക് 84 ഇന്ത്യൻ രൂപ കിട്ടത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഒരു 2 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് 86 രൂപയാവും. അല്ലെങ്കിൽ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ 90 രൂപയാവും. $1 90 ഇന്ത്യ. അത് ഇന്ത്യൻ മണി $. താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാല്യൂ അതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് പോയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയുവാണ്. ഇപ്പോൾ അമേരിക്കയിലും ഇന്ത്യൻ കറൻസി യൂസ് ചെയ്യാമെന്നിരിക്കട്ടെ. നിങ്ങൾ ജാനുവരി 21 അവിടെ അമേരിക്കയിൽ പോകുന്നു. നിങ്ങൾക്ക് അന്ന് $74 കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സാധനം 24 നിങ്ങൾ 84 രൂപ കൊടുക്കണം. അതായത് $. ഇന്ത്യൻ റുപ്പി വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് സിമ്പിൾ. അതായത് എന്തുകൊണ്ട് ഇതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അതൊന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലും കൂടെ പോയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ഓക്കെ, Listen, thinking you're late to Bitcoin is a failure of ego. I'll repeat that again. Thinking you are late to Bitcoin is a failure of ego. Bitcoin is an ego test. Late to Bitcoin, according to who? Oh, you're comparing yourself to your childhood friend. Oh, you're comparing yourself to people on the internet. Oh, you're comparing yourself to your coworker. That's why you think you're late to Bitcoin. What is that? That's a failure of your ego. That's an insecure, small person. All
of those, that has nothing to do with Bitcoin. You think you're late to Bitcoin? Michael Saylor just bought $2 billion worth of it. You're late? Where? How? Bitcoin's an ego test. As soon as you can sacrifice your ego and say, I'm not bigger than this thing, I can't control this thing, I am one with this thing. This thing is more important than me, it's bigger than me. It's when you become a Bitcoiner. You join the network, you have every single equal right with everyone else on the network. There's no hierarchy, rules with no rulers. That's when you become a Bitcoiner. So I think thinking that you're late to Bitcoin is a failure of ego. Stop comparing yourself to other people. Listen, at the end of the day, you gotta put your money somewhere. You gotta put your time and energy, your effort, your labor somewhere, right? You get up, you go to work, you contribute to this world. You gotta store that value somewhere. You're not gonna store it in the best place to store it in human history because you're comparing yourself to your friend. What type of man are you? Come on. So, I don't know. Like, I just don't get that. Don't compare yourself to other people. Decisions are made at the margin. You wake up every day, you contribute value to the people around you. You gotta put that value somewhere. Bitcoin's the best place to put that value, period. So, there's no top. There is no being late or early. Again, Bitcoin's not a hedge, it's the solution. Every single day that you wake up and you do things for others, you create value for society, and you have to store that value, you put it in Bitcoin, obviously. It's been the correct answer for the last 15 years. It'll be the correct answer for the next 1500 years. ഓക്കെ ഗൈസ്, ഞാനിവിടെ വീഡിയോ എൻ്റെ ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.